നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങളൊരു അഭിഷേകമുണ്ട്, നിങ്ങളൊരു ദൈവശക്തിയുണ്ട്. ചില പട്ടണങ്ങളെ പിടിച്ചെടുക്കാൻ, ചില രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ, അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ കർത്താവിന്റെ നാമത്താൽ വിടുവിച്ചെടുക്കാൻ, കർത്താവിന്റെ വാഗ്ദത്തവുമായിട്ട് ഈ കാലങ്ങളിലും നിങ്ങളെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം അതിങ്ങനെയാണ്: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്റെ സഭയെ പണിയും. ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് സഭയെ പണിയുക എന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കർത്താവ് പണിയുന്ന ഒന്നാണ് ദൈവസഭ. കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ യേശുവാണ് യേശുക്രിസ്തുവിന്റെ സഭയെ പണിയുന്നത്. ആ ദൈവസഭയെ പണിയാൻ യേശു കർത്താവ് തന്റെ ദാസന്മാരായിരിക്കുന്ന, തന്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന പ്രിയമുള്ളവരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നു. അവരിലൂടെ കർത്താവ് ഈ കാലങ്ങളിലും ദൈവസഭ പണിയുന്നു. പക്ഷേ ശുശ്രൂഷകന്മാരായിരിക്കുന്നവർ, ദൈവമക്കളായിരിക്കുന്നവരെല്ലാം മുഖാന്തരങ്ങളാണ്. പക്ഷേ പണിയുന്നത് കർത്താവായ യേശുവാണ്. യേശു ദൈവസഭയെ പണിയുന്നവനാണ്. മാത്രമല്ല, ഈ സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെയാണ്. പണിയുന്നത് യേശുവാണ്. സഭ യേശുക്രിസ്തുവിൻ്റെതാണ്. അത് മറ്റാരുടെയും സ്വന്തമല്ല. കാര്യം, യേശുക്രിസ്തു തന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കർത്താവ് ദൈവസഭയെ ഇന്നും പണിതുകൊണ്ടിരിക്കുകയാണ്. അനേകർ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക ഇടങ്ങളിൽ ദൈവസഭയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടൊക്കെയും യേശു ക്രിസ്തുവാണ് സഭയെ പണിയുന്നത്. അപ്പൊ സഭ പണിയുന്നത് യേശു ക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെതാണ് ഈ ദൈവസഭ. അതാരുടെയും സ്വന്തമല്ല. പല വിഭാഗ പേരുകളിൽ ദൈവസഭകൾ അറിയപ്പെടുന്നു എങ്കിലും യേശുക്രിസ്തുവിന് ഒരൊറ്റ സഭയേ ഉള്ളൂ. താൻ രക്തം മറുവിലയായി നൽകി വീണ്ടെടുത്ത ഒരു വലിയ ജനക്കൂട്ടം, യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിന്റെ ശിഷ്യരായിരിക്കുന്ന ദൈവമക്കളാകുന്ന ദൈവസഭ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സഭയെ പണിയുന്നു. രണ്ട്, യേശു ക്രിസ്തുവിൻ്റെതാണ് ദൈവസഭ. പക്ഷെ പല പേരുകളിൽ ഇന്ന് ദൈവസഭ അറിയപ്പെടുന്നുണ്ട്, പല പല ഡിനോമിനേഷൻ പേരുകളിൽ. അതൊക്കെ അവരവരുടെ ശുശ്രൂഷകളുടെ അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടിനനുസരിച്ച്, നിയോഗത്തിനനുസരിച്ച് അവർ പല പേരുകൾ ഇടുകയാണെങ്കിലും യേശുക്രിസ്തുവിന് ഒരൊറ്റ സഭയേ ഉള്ളൂ. അത് ക്രിസ്തുവിന്റെ സഭ തന്നെയാണ്.
അത് പല പല പേരുകളിൽ അറിയപ്പെട്ടാലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ യേശുക്രിസ്തു വാനമേഘത്തിൽ ദൈവസഭയെ ചേർക്കാൻ വരുമ്പോൾ ഡിനോമിനേഷൻ നോക്കിയല്ല യേശു ആളുകളെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ യേശുക്രിസ്തുവിനോടുകൂടെ ആകാശ മേഘങ്ങളിൽ യേശുവിനെ എതിരേൽക്കാനായിട്ട് എടുക്കപ്പെടുന്നത് ജീവനോടെ ഇരിക്കുന്നവർ, മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അത് ഡിനോമിനേഷൻ നോക്കിയിട്ടല്ല, കറുത്തവനോ വെളുത്തവനോ എന്ന് നോക്കിയിട്ടുമല്ല, സമ്പത്തുള്ളവനോ ഇല്ലാത്തവനോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല. യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കുന്നത് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട, ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു രക്ഷയുടെ അനുഭവത്തിൽ വന്ന യേശുവിന്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് ദൈവകൽപ്പനയെ അനുസരിച്ച് സ്നാനപ്പെട്ട് അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന, വേർപാടിലും വിശുദ്ധിയിലും മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈതലിനെ ചേർക്കാനാണ് യേശു ക്രിസ്തു വാനമേഘത്തിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് ഇന്ന് കാണുന്നത് പോലെ ആ വിഭാഗം ഈ വിഭാഗം ഇങ്ങനെയുള്ള പല വിഭാഗങ്ങൾ വരട്ടെ എന്നുള്ളതല്ല. പരിശുദ്ധാത്മാവ് അച്ചാരമായിട്ടിരിക്കുന്ന, രക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിനെ എതിരേൽക്കാൻ പറഞ്ഞു, അവന്റെ അടുക്കലേക്ക് പറഞ്ഞു. ഒരു മാഗ്നറ്റിലേക്ക് ഒരു ഇരുമ്പ് ആകർഷിച്ച് പോകുന്നത് പോലെ യേശുവിങ്കലേക്ക് തന്റെ സഭ ഇവിടെ നിന്ന് പോകും. യേശുവിന്റെയാണ് ദൈവസഭ. പല ഡിനോമിനേഷനുകൾ പ്രവർത്തനത്തിന് വേണ്ടി, സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കർത്താവിന്റെ സഭ ഒറ്റ സഭയേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെതാണ്. യേശുവാണ് സഭയെ പണിയുന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരി, സഹോദര, കുഞ്ഞെ, കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. യേശു നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തം കൊണ്ട് മറുവില നൽകി താങ്കളെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമാണ്. മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മക്കളെ മുഖാന്തരമാക്കി യേശു ക്രിസ്തു ഇന്നും ദൈവസഭയെ പണിതുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു വിളിയുണ്ട്, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങളൊരു അഭിഷേകമുണ്ട്, നിങ്ങളൊരു ദൈവശക്തിയുണ്ട്. ചില പട്ടണങ്ങളെ പിടിച്ചെടുക്കാൻ, ചില രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ, അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ കർത്താവിന്റെ നാമത്താൽ വിടുവിച്ചെടുക്കാൻ, കർത്താവിന്റെ വാഗ്ദത്തവുമായിട്ട് ഈ കാലങ്ങളിലും നിങ്ങളെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കും. കാര്യം, യേശു ക്രിസ്തു തന്റെ സഭയെ പണിയുന്നു. അത് യേശുവിൻ്റെതാണ് ദൈവസഭ. യേശുവാണ് ദൈവസഭയെ പണിയുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.